കൂടുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഇങ്ങനത്തെ ഉള്ളത് വാങ്ങിച്ച ഞങ്ങൾ കഴുത്തിലിടാന്ന് വിചാരിച്ചത്. ഈ വാങ്ങിച്ച കൊമരുകളെ കെട്ടിക്കണമോ കെട്ടിക്കണ്ടയോ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ നമുക്ക് ഒരു മഞ്ചേരി എടുത്തിട്ടാണല്ലോ ബാക്കിയില്ലേ. നമ്മൾ ഇട്ട സമയത്തൊക്കെ ഇട്ട് നമ്മളെ മക്കൾക്ക് കൊടുത്തു. പിന്നെ ഇനി നമ്മളെ അങ്ങോട്ട് പോകാനുള്ള നമ്മൾ എന്തൊരു സ്വർണ്ണം ഇടാൻ ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ഒന്നും മോട്ടിച്ചാൽ വളരെ പറഞ്ഞത് പറയുന്നത്. നമസ്കാരം. ലക്ഷം കടന്ന സ്വർണ്ണവില ഇന്ന് ഒരു പവന് 1,10,600 രൂപ വില എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു ആശങ്കയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്വർണ്ണവിലയുടെ കുതിപ്പ് മൂലം ഉണ്ടാകുന്നത്. കാരണം എത്രയൊക്കെ സ്ത്രീധനം അതൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു കല്യാണം നടത്തണമെങ്കിൽ അവിടെ ഒരു തരി പൊന്നെങ്കിലും കൊടുക്കണമെന്നുള്ള ആശയക്കാരാണ് കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളും. പക്ഷേ അങ്ങനെയുള്ള സാധാരണക്കാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ് സ്വർണത്തിന്റെ വില. വലിയ രീതിയിലാണ് ഓരോ ദിവസവും സ്വർണത്തിന്റെ വില കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവും ബന്ധപ്പെട്ട സാധാരണക്കാർക്കുള്ള ആശങ്ക, അവരെന്താണ് ഈ സ്വർണ്ണവില കുതിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത് എന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം. 1 ലക്ഷം കടന്നു സ്വർണത്തിന്റെ വില. അപ്പൊ എന്ത് തോന്നുന്നു? എന്തെങ്കിലും ഭയം തോന്നുന്നുണ്ടോ? സാധാരണക്കാർക്കാണ് പ്രത്യേകിച്ച് സ്വർണത്തിന്റെ വില കൂടുമ്പോ ഒരു പേടി വരുന്നത്. പേടി എങ്ങനെ ഒന്നും വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ല. അത്ര വില കൂടിക്കൊണ്ടിരിക്കുക. എന്ത് തോന്നുന്നു? അയ്യോ, കഥയുള്ള പക്ഷം ഇത്ര ഇങ്ങനെ കൂടിയപ്പോ നമ്മളെ പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? നമ്മള് കഷ്ടപ്പെട്ട് നമുക്ക് 1 ഗ്രാം പോലും ഇപ്പൊ വാങ്ങിക്കാൻ പറ്റാത്തവർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനും അമ്മ, ചേട്ടൻ, ഒരു മോള് കല്യാണം കഴിഞ്ഞാണ്. ഇല്ല. അപ്പൊ മുന്നോട്ടേക്ക് സ്വർണം കൊടുക്കാനൊക്കെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത് ആള് വെച്ചാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതണ്ടേ. ഇങ്ങനെ കൂടിക്കൊണ്ടുന്ന ഇനി അവളെ ഭാവി ആകുമ്പോ എത്ര രൂപ ആവും? ഇപ്പൊ എന്തിനു ചെയ്യാൻ? 1 ലക്ഷം രൂപ അതിനുള്ള ചമ്പളാളെ കൊണ്ടല്ല. 1 ലക്ഷം രൂപ വരുന്ന ആളുകൾ വാങ്ങിക്കണ്ടല്ല. നേരത്തെ കാലം ചെലവ് കൂടുതലല്ലേ ഇപ്പൊ? പേടിയൊന്നുമില്ലേ? പേടിയും തരും. സ്വർണം വാങ്ങിക്കാറില്ലേ? സ്വർണം വാങ്ങിക്കാറുണ്ട്. എത്ര കൂടിയാലും കുഴപ്പമില്ല. എത്ര കൂടിയാലും കുഴപ്പമില്ല. എത്ര കൂടിയാലും വാങ്ങിക്കാനല്ലോ. എന്നിട്ട് സ്വർണത്തിന് മാത്രമല്ല, എല്ലാത്തിനും പൈസ വഴിക്കില്ലേ. ചമ്പളങ്ങളും അതെല്ലാം മാറ്റം വരല്ലേ. അപ്പൊ അതിനകത്ത് സ്വർണത്തിനും കൂടും. വില കൂടിയെന്നും പറഞ്ഞു. സ്വർണത്തിന് വില കൂടാണെങ്കിൽ എന്ത് തോന്നുന്നു? എനിക്കൊന്നും പറയാനില്ല. പറയാനില്ലെന്ന് പറഞ്ഞാ പിന്നെ പാവങ്ങള് വാങ്ങിക്കില്ല, നമുക്കൊന്നും പറയാനില്ല. അല്ല, സ്വർണത്തിന് വില കൂടുമ്പോ ഒരു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് മോളുണ്ട്, ഭർത്താവുണ്ട്, 2 കൊച്ചുങ്ങളുണ്ട്. മകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞാണോ? ഇല്ല, മോളെ കല്യാണം കൊച്ചുങ്ങളായതേ ഉള്ളു. അതിന് പെണ്ണുങ്ങളെ പെൺപിള്ളേരൊക്കെ ഉള്ളവരാരും പരമ കഷ്ടം തന്നെ. വാങ്ങിക്കാൻ പറ്റൂല. എന്ത് ചെയ്യും? പൈസ ഉള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലാത്തവർക്ക് പറ്റൂല. മോളെ, മക്കളെ അയക്കാനുള്ളവർക്ക് അതൊരു ഭയങ്കര ചോദ്യചിഹ്നമാണ് സ്വർണത്തിന് ഇങ്ങനെ വില കയറുന്നത്. ഇത് ഇനിയിപ്പോ 2 ലക്ഷത്തിൽ വരാമെന്നാ പറയുന്നത്. ഇങ്ങനെ പോയ പെൺമക്കളുള്ളവരെല്ലാം കഷ്ടപ്പെടും. ഉള്ളവർക്ക് എന്തും മേടിച്ചു കൂട്ടാം. ഇപ്പൊ ശബരിമലയല്ല നേടില്ല, എത്രയോ കോടികളുടെ കള്ളം. പാവത്തുങ്ങൾ എന്ത് ചെയ്യും? എന്നെ സംബന്ധിച്ച് വില കുറച്ച് കിട്ടുന്നതാണ്. വായിക്കാൻ അവർക്ക് കുടുംബമുണ്ട്. അത് സ്വർണത്തിന് വില കുറച്ചിട്ട് കിട്ടിയ അത്രയ്ക്കും നല്ല കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ വില കുറച്ചൊന്നും പോകണ്ട. വില കൂടുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഈ ഇങ്ങനത്തെ ഉള്ളത് വാങ്ങിച്ചത് ഞങ്ങൾ കഴുത്തിലിടാന്ന് വിചാരിച്ചത്. ഈ വാങ്ങിച്ച കൊമരുകളെ കെട്ടിക്കണമോ കെട്ടിക്കണ്ടയോ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ ഞങ്ങളുടെ സമയത്തൊക്കെ ഇത്രയും പൈസ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ വില കണ്ടിട്ട് അറ്റാക്ക് വരുന്ന പൊന്നുമളെ, ഈ കുട്ട കച്ചവടത്തിൽ എന്തോ കിട്ടും? ഒരു മകൾ അയക്കണമെങ്കിലും ലക്ഷങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പൊ ഒരു മോളെ അയച്ചു 15 പവൻ ഇല്ലാതെ അവൻ കിട്ടത്തില്ലായിരുന്നു. 4 ലക്ഷം രൂപയും 15 പവനും. ഞങ്ങൾ പറഞ്ഞു വേണ്ട, പെട്ടെന്ന് അവൾ അവിടെ ഇരിക്കട്ടെ, അവർക്ക് നല്ല സമയം വരുമ്പോ അവള് പോകും, അത്ര തന്നെ. അല്ലാതെ നമുക്ക് ഇത്രയും മുതലുകൾ കൊടുത്ത് അപ്പൊ ഈ കാലത്തൊന്നും സ്വർണത്തിന് വില കുറയുന്ന ലക്ഷണം ഇല്ലെന്ന് തോന്നുന്നു, അല്ലേ? 1,10,600 രൂപ ഇന്നത്തെ വില. കണ്ടേ, ഞങ്ങൾ ഇട്ടിരിക്കുന്നുണ്ട് എല്ലാ ഇൻവിറ്റേഷനാണ്. ഇതാ ഒരു മാല മേടിച്ചുകൊണ്ട് മുക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്ത്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, മാലൂരെ പോലെ നമ്മൾ ചമഞ്ഞ് നിൽക്കണ്ടേ? അല്ലേ? ഇപ്പൊ എല്ലാരും സ്വർണ്ണങ്ങൾ വാരി ഇട്ടുകൊണ്ട് വരുമ്പോ ഞങ്ങൾ ഇതെന്നെങ്കിലും ഒരെണ്ണമെങ്കിലും കച്ചവടം കഴുത്തി ഇടണോ ഇടണം. അതുകൊണ്ട് കൊണ്ടുവന്ന് വെളുത്തു പോയതാണ്ട് പച്ച കളറായി. കേട്ടോ, പച്ച കളറായി. അപ്പൊ ഇതിനെ മുക്കിയെടുത്ത് കഴുത്തിലിട്. നല്ല ദിവസം വരുന്നു. ഇതല്ലേ കൊണ്ടുപോയി മീനെല്ലാതായിരിക്കും. ഞങ്ങളുടെ ജീവിതം കൊറോണ വന്നതോടുകൂടി ഞങ്ങളുടെ ജീവിതം തൊലഞ്ഞു.
ഇപ്പൊ വീടുകളില്ല, കൂടുകളില്ല, എല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വാങ്ങിക്കുന്നു. ഇങ്ങനെയായ മനുഷ്യരെങ്ങനെ ഇതാ കൊണ്ടോടെ കറക്കി എടുത്ത് ബാക്കിയുണ്ട് എന്തിനു ചെയ്യും? അവിടെ ആർക്കെങ്കിലും വിലക്ക് കൊടുത്ത് തന്നു ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നെ 4 പിള്ളേരുണ്ട്, 4 മക്കളെ ഞാൻ അയച്ചു. 2 ആണ് 2 പെണ്ണ്. അവർക്ക് മൂത്തവർക്ക് എടുത്തപ്പോഴത്തേക്കും സ്വർണ്ണമാസൊക്കെ എത്ര രൂപയെന്ന് പറയുമ്പോളെ 5000 രൂപയായിരുന്നു. അവർക്ക് 15 കൊണ്ട് സ്വർണം കൊടുത്ത് 1.5 ലക്ഷം രൂപയും കൊടുത്തു. 4ാമത്തെ മോളെ അയച്ചപ്പോഴത്തേക്കും പിന്നെ 12.5 പവന്റെ സ്വർണവും അന്ന് പിന്നെ 30,000. അപ്പൊ അതിന് 10-12.5 പവന്റെ ചെറുക്കൻ ഇട്ട് കൊടുക്കണല്ലോ. 2.5 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്തു. അങ്ങനെ 2 പെൺമക്കളെ അയച്ചിട്ട് ഞാൻ എന്റെ കിളവന് മാത്രമുണ്ട്. കിളവൻ ജോലിക്ക് പോയി വെള്ളം കൊണ്ടുവന്ന ഉമ്മയുടെ ജീവിതം. അപ്പൊ അമ്മ ഇപ്പൊ സ്വാതന്ത്ര്യം. അമ്മ കുട്ട കച്ചവടം എടുത്ത് അമ്മയും അമ്മയുടെ കിളവനുമായിട്ട് ജീവിതം. നമുക്ക് ഒരു മനുഷ്യൻ ബാക്കിയില്ല. നമ്മൾ ഇട്ട സമയത്തൊക്കെ ഇട്ട് ഇനി നമ്മളെ മക്കൾക്ക് കൊടുത്തു. പിന്നെ ഇനി നമ്മളെ അങ്ങോട്ട് പോകാനുള്ള നമ്മൾ എന്തൊരു സ്വർണ്ണം ഇടാൻ. എന്നാലും ആഭരണം മാത്രമായിട്ടല്ലല്ലോ, ചിലരൊക്കെ സമ്പാദ്യം പോലെയും സ്വർണം വാങ്ങി വെക്കാറില്ലേ? ഇപ്പം വില കൂടിക്കൊണ്ടിരിക്കല്ലോ. ഞാൻ ഇതുപോലെ അരപ്പോന് നടന്നത് 2 കൊല്ലമായി. പൈസ ഇല്ലാതിനോണ്ടുള്ളത് വിറ്റ് മരുന്ന് വാങ്ങിച്ചു കുടിച്ചു. ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ഒന്നും മോട്ട് ചെലവാണെന്ന് പറഞ്ഞത് എമ്മ കൂടിട്ടെന്നെ പറയുന്നത്. പാപ്പുള്ളവരുടെ കാര്യം ഉള്ളവരുടെ കാര്യം ഇതുണ്ട്. എന്നെ കൂടിട്ട് മക്കൾക്കൊക്കെ സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ടേ? മക്കളെ സ്വർണ്ണം ഇല്ലാതെ കഴിക്കാം. സ്വർണ്ണം ഇല്ലാതെ നേരത്തെ രൂപ പറയും. സ്വർണ്ണം നമ്മളവിടെ കഴിയുന്നതേ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാണ്ട് പണയം വെക്കണമെങ്കിൽ വലിയ പാടല്ലേ. പണയം വെക്കാൻ വിൽക്കാനും പറ്റൂല. സ്വർണ്ണം നല്ലൊരു നിക്ഷേപമല്ല. വില കൂടിയ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. പാവങ്ങളുടെ കുട്ടികളുടെ കല്യാണം കഴിയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഭയങ്കര വിലയാണ്. ഈ വില എത്രയും പെട്ടെന്ന് കുറച്ചു തരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വില ഇനി കൂടാനും പാടില്ല, ഇനി കുറയുകയല്ല കൂടല്ല. അതുപോലെ മറ്റുള്ള സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്, അതിനും കൂടാൻ പാടില്ല. പാവങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് അത് കുറച്ചേ പറ്റൂ. സ്വർണത്തിന് എത്ര വില കൂടിയാലും വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. കാശുള്ളവര് വാങ്ങിക്കും, കാശില്ലാത്തവര് വല്ല കൊല്ലൊക്കെ പ്രേമിട്ടത് വാങ്ങിക്കും. 1,16,600 രൂപയായി ഇന്ന്. എന്റെ കൊച്ചുനാളിലേക്ക് 400 രൂപ 300 രൂപയായിരുന്നു ഒരു പവന്. ഇപ്പൊ ഇതിനൊക്കെ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നാണ്. കോടികൾ കൈയിരിക്കുന്നവര് വാങ്ങിക്കും. ഒരു ഉദാഹരണത്തിന് പിന്നെ ഭീമ ജ്വല്ലറിയിൽ വൈകുന്നേരം പോയ വിൽപ്പനയില്ല എന്ന് പറയുന്ന ആൾക്കാരെ കാശില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഭീമ ജ്വല്ലറിയിൽ ആ സൈഡിൽ കൂടെ പോയി ഉത്സവ പറമ്പിൽ ആള് നിൽക്കും പോലെയാണ് അതിന്റെ ആ ചാളയൊക്കെ. അവിടെയൊക്കെ കയറുന്നവര് വാങ്ങിക്കാതെ പോകില്ല. 2 പവനെങ്കിലും വാങ്ങിക്കാനേ അതിന്റെ അകത്ത് കയറുള്ളൂ. ചെറിയ കടകളിൽ പോയാൽ ചിലപ്പോൾ നോക്കിയിട്ട് പോകും. ഈ ഭീമയിലും ജോത്കയിലൊക്കെ പോണവരാരും ഇറങ്ങി പോകില്ല, വാങ്ങിക്കാൻ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും? ലോകം ഇങ്ങനെ ആയിരിക്കും. സന്തോഷം കഴിഞ്ഞെങ്കിൽ ഇനി കുട്ടികളെ കത്തിക്കാൻ ഒക്കില്ല. 50 പവൻ കൊടുക്കുന്നവർക്ക് 5 പവനെ കൊടുത്ത് നിർത്തണം. അതാണ് എന്റെ അഭിപ്രായം. 50 പവനെ കൊടുക്കുന്നവർ 5 പവൻ കൊടുക്കണം. അത്ര ഉള്ളു. പാവങ്ങൾക്ക് പമ്പിളർക്ക് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാൻ? അവർ കേൾക്കണം, ഉരുപ്പടി ഇട്ട് കൊടുക്കാം. അപ്പൊ അവർക്ക് ആശങ്കയുള്ളോ കല്യാണ സമയത്ത് ആശങ്കയുള്ള ഉരുപ്പടി ഇട്ടില്ലേ? ഗ്യാരണ്ടിയെങ്കിലും വാങ്ങിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു പരാതിയാവും. പിന്നെ പെണ്ണിനെ കൊണ്ട് വീട്ടിലാക്കും.